ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമുക്കൊരു പുതിയ റെസിപ്പി ട്രൈ ചെയ്യാം. ഇതിന് വേണമെങ്കിൽ നഗറ്റ്സിനോ വേണേലും വിളിക്കാം. അപ്പോൾ ഇതിനാവശ്യം 4 ഉരുളക്കിഴങ്ങ്, മിക്സ് ഹെർബ്സ്, ഒറിഗാനോ, ചില്ലി ഫ്ലേക്സും പിന്നെ കോൺഫ്ലവറും പിന്നെ നമ്മുടെ അരിപ്പൊടിയും. ഉരുളക്കിഴങ്ങ് നല്ലപോലെ ബോയിൽ ചെയ്യണം. അതിന് നല്ലപോലെ മാഷ് ആവുന്ന രീതി നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് അത് കൈ കൊണ്ട് വേണമെങ്കിലും അല്ലെങ്കിലും മാഷറും കൊണ്ട് മാഷ് ചെയ്തെടുക്കണം. ചൂടായ കാരണം ഞാൻ ജസ്റ്റ് ഒരു ഫോർക്കും കൊണ്ട് തന്നെ അത് മാഷ് ചെയ്തു. ഫോർക്ക് കൊണ്ട് മാഷ് ചെയ്തതിൻ്റെ ഒരു ട്രിക്ക് പിന്നെ എനിക്ക് കിട്ടിയതെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ നല്ലപോലെ മാഷ് ആയി കഴിഞ്ഞ് നമുക്കിതിനകത്ത് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കുഞ്ഞ് സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. അത് ഉപ്പ് നമുക്ക് ടേസ്റ്റിൻ്റെ അനുസരിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ മെഷർ ചെയ്തല്ല വിടുന്നത്, ഒരു ഐഡിയ വെച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇതിന് വലിയ ടേസ്റ്റിന് കൂടിയാൽ ഇച്ചിരി പ്രശ്നമുണ്ട്, പക്ഷെ കുറഞ്ഞാൽ അത്ര വലിയ പ്രശ്നമില്ല. അങ്ങനെ തന്നെ ഒറിഗാനോ മിക്സ് ഹേർബ് ഇട്ട് കൊടുത്തുകൊണ്ട്, മിക്സ് ഹേർബ് ഇല്ല നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് നമ്മുടെ ഈ പിസയുടെ കൂടെ കിട്ടുന്ന ചില്ലി ഫ്ലെക്സും ഒറിഗാനും കൂടെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഈ എടുത്ത് വെച്ച അരിപ്പൊടിയും കോൺഫ്ലവറും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ലപോലെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മൾ ആദ്യം നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്യണം. പിന്നെ അത് ഒട്ടും വെള്ളം ചേർക്കല്. വെള്ളം ചേർത്താൽ അത് ഒരുമാതിരി ദോശമാവ് പോലെ ആയിപ്പോൾ. അപ്പോൾ വെള്ളം ഒട്ടും ചേർക്കണ്ട അതിനകത്ത്. നല്ലപോലെ ഇതിനകത്ത് തന്നെ ഉരുളക്കിഴങ്ങ് തന്നെ ഒരു വെള്ളം ഉണ്ടല്ലോ, അതുപോലത്തെ അബ്സോർബ് അങ്ങായിപ്പോൾ. അങ്ങനെ ഇത് നല്ലപോലെ ഒന്ന് മാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ചപ്പാത്തിക്ക് വേണ്ടി ആട്ട കുഴയ്ക്കുന്ന രീതി നല്ലപോലെ ഒന്ന് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പ് ആണെങ്കിലും അതോ സ്മൈലിയുടെ ഷേപ്പ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും ഷേപ്പായി കൊടുക്കാം. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി വേറൊരു ഷേപ്പ് ഞാൻ ഇട്ട് കൊടുത്തതാണ് ഇതിനകത്ത്. ഇപ്പോൾ നമ്മുടെ ഓവൽ ഷേപ്പ്, നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഒക്കെ കിട്ടുന്ന പോലത്തെ കുഞ്ഞ് ഓവൽ ഷേപ്പ് ആക്കിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫോർക്കും കൊണ്ട് ചെയ്തപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടിയിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് ഫോർക്കും കൊണ്ട് തന്നെ ഞാൻ ഇതിനൊരു ഡിസൈൻ കൊടുത്തു. ജസ്റ്റ് അതൊന്ന് അതിലോട്ട് പ്രസ് ചെയ്തപ്പോഴത്തേക്കൊരു ഡിസൈൻ കിട്ടി. അപ്പോൾ ഇത് നല്ലപോലെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഷേപ്പ് കിട്ടും, ഡിസൈൻ കിട്ടും. അത് നല്ലപോലെ ഒന്ന് എണ്ണ തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്ത് എല്ലാം ഇട്ട് കൊടുത്ത് ലോ മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓൾറെഡി പൊട്ടാറ്റോ ബോയിൽ ആയ കാരണം ജസ്റ്റ് ഒരു ക്രിസ്പി ആവുന്നവരെ, ഗോൾഡൻ ആകുന്നവരെ ഒന്ന് അത് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ചായക്കുള്ള കടി എന്ന് വെച്ച് പറയാം. ഞങ്ങൾ ഇവിടെ കടി എന്നാണ് പറയുന്നത്, ചായക്ക് എന്താണ് കടി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾക്ക് ഇന്ന് ചായക്കുള്ള കടി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ ഇത് ജസ്റ്റ് കണ്ടില്ലേ, ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് അതങ്ങ് എടുത്ത് മാറ്റിയാൽ മതി.